ഈ വിശ്വാസ സംരക്ഷണം കേരളത്തിലെ ശബരിമല ക്ഷേത്രം ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളെ കൊള്ളയടിക്കുന്ന, ക്ഷേത്രം മുതൽ കട്ടുകൊണ്ടുപോകുന്ന, അതിനെല്ലാം ഒത്താശ ചെയ്യുന്ന സംസ്ഥാന സർക്കാരിലെ പ്രമുഖന്മാരും ദേവസ്വം ബോർഡിലെ പ്രമുഖന്മാരും അവരുടെ ചെയ്തികളെല്ലാം ഇപ്പൊ പുറത്തു വന്നിരിക്കുകയാണ്. അവർ രാജിവെച്ചൊഴിഞ്ഞു പോയിട്ട് ഈ ക്ഷേത്രങ്ങളെയൊക്കെ സ്വതന്ത്രമാക്കുക. ശബരിമല ക്ഷേത്രത്തിലെ ദ്വാരപാലക വിഗ്രഹം ഉൾപ്പെടെ, ശ്രീകോവിൽ ഉൾപ്പെടെ, കട്ടള ഉൾപ്പെടെ മോഷിച്ചുകൊണ്ട് പോയ പ്രതികളെ മുഖ്യമന്ത്രിക്കും ദേവസ്വം മന്ത്രിക്കും അറിയാമെങ്കിലും അവരെ സംരക്ഷിക്കുന്നു, കള്ളന്മാർക്ക് പുനർനിയമനം കൊടുക്കുന്നു. അങ്ങനെ ഈശ്വര വിശ്വാസമില്ലാത്ത ക്ഷേത്രങ്ങളെയോ ആരാധനാലയങ്ങളെയോ അംഗീകരിക്കാത്ത വേറൊരു പ്രത്യയശാസ്ത്രത്തിന്റെ വക്താക്കളായിട്ടുള്ള CPM കഴിഞ്ഞ 9 വർഷമായി കേരളത്തിൽ നടത്തുന്ന വലിയ കൊള്ളയുടെ ഞെട്ടിക്കുന്ന കഥകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ശബരിമല ക്ഷേത്രത്തിന്റെ പവിത്രതയും പരിപാവനതയും ഇല്ലാതാക്കുക എന്നുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു ദൃഢനിശ്ചയമാണ്. അദ്ദേഹം അതിനുവേണ്ടി പല അടവുകളും പയറ്റി. അതിനാണ് യുവതികളെ പ്രവേശിപ്പിക്കാൻ ശ്രമിച്ചത്. അന്നവർ ഉയർത്തിപ്പെടുത്തിയ നവോത്ഥാനമാണ്. വോട്ടിന് വേണ്ടി ഇപ്പോ അയ്യപ്പ സംഗമം നടത്തിയിട്ട് അന്ന് തന്നെ ഈശ്വര തീരുമാനപ്രകാരമായിരിക്കാം ശബരിമലയിൽ നടന്ന എല്ലാ കൊള്ളകളും ഹൈക്കോടതി പുറത്തു കൊണ്ടുവന്നു. ഹൈക്കോടതി കേരളത്തിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കുമായിരുന്നു എന്നാണ് കേരളത്തിലെ മനുഷ്യർ മൂക്കത്ത് വിരൽ വെച്ച് ചോദിക്കുന്നത്. അതുകൊണ്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി മുൻപ് ശബരിമലയിൽ ആചാരങ്ങൾ ലംഘിക്കാൻ സർക്കാർ പ്രേരിപ്പിച്ചപ്പോൾ എങ്ങനെയാണോ രംഗത്ത് വന്ന് സർക്കാരിനെതിരായി ശക്തമായ ജനകീയ മുന്നേറ്റത്തെ നയിച്ചത്, അതേ ധീരതയോടുകൂടിയാണ് ഇന്ന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഈ വിശ്വാസ സംഗമം നടത്തുന്നത്. ഈ വിശ്വാസ സംഗമം ഉദ്ഘാടനം ചെയ്യാൻ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ കരുത്തനായ ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ MP എത്തുന്നു. KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും UDF കൺവീനറും അടക്കം കേരളത്തിലെ കോൺഗ്രസിന്റെ മുഴുവൻ നേതൃത്വവും പത്തനംതിട്ടയിൽ ഇന്ന് സമ്മേളിക്കുകയാണ്. ഈ ജില്ലയിൽ നിന്നും മാത്രം 10,000 വിശ്വാസികളെയാണ് ഞങ്ങൾ ഈ സമ്മേളനങ്ങളിൽ പ്രതീക്ഷിക്കുന്നത്. ഈ സമ്മേളനം ഒരു ചരിത്ര സംഭവമാണ്. ഇത് വിശ്വാസ സംഗമമാണ്. വിശ്വാസം നിലനിർത്താൻ വേണ്ടി കോൺഗ്രസ് പ്രതിജ്ഞാബദ്ധമാണ്. അതിനേതറ്റം വരെയും കോൺഗ്രസ് പോകും. എന്ത് വില കൊടുക്കേണ്ടി വന്നാലും കോൺഗ്രസ് ആ സമരത്തിൽ നിലനിർത്തും. അതുകൊണ്ടാണ് 14-ാം തീയതി മുതൽ 18 വരെ കേരളത്തിന്റെ 4 മേഖലകളിൽ നിന്നും KPCC നേതാക്കന്മാർ നയിക്കുന്ന മേഖലാ ജാഥകൾ പന്തളത്തേക്ക് വരുന്നത്. അവിടെ ഒരു മഹാസംഗമം നടക്കാൻ പോകുകയാണ്. സർക്കാരിലും ദേവസ്വം ബോർഡിലും കുടിയിരിക്കുന്ന അഴിമതിക്കാർക്കുമുള്ള മുന്നറിയിപ്പാണ്. അവർ പാഠം പഠിച്ച് ദേവസ്വം മന്ത്രി രാജിവെച്ച് ദേവസ്വം ബോർഡ് പിരിച്ചുവിട്ട് കള്ളന്മാരെ വെളിയിൽ കൊണ്ടുവന്ന് അവരെ നിയമപരമായി കൈകാര്യം ചെയ്യാനും കയ്യാമെന്നക്കാരും തയ്യാറാകുന്നില്ലെങ്കിൽ ശക്തമായ പക്ഷവുമായി കോൺഗ്രസ് മുന്നോട്ട് പോകും. ഇപ്പൊ പുറത്തു വന്ന ശബരിമലയിലെ വിഷയം മാത്രമാണ്. കേരളത്തിലെ മഹാക്ഷേത്രങ്ങൾ മുഴുവൻ കോവിഡിന്റെയും പ്രളയത്തിന്റെയും കാലത്ത് ഇതുപോലെ കൊള്ള നടത്തിയ ഒരു ഗവൺമെന്റും ദേവസ്വം ബോർഡും ഈ കേരളത്തിൽ ജനങ്ങൾക്ക് വിശ്വാസമില്ല. രണ്ടു കൂട്ടരും കൊള്ള നടത്തിയിരിക്കുന്നു. മുഖ്യമന്ത്രി എല്ലാം അറിഞ്ഞതാണ്, വാസവനെല്ലാം അറിഞ്ഞതാണ്. പക്ഷേ വാസവൻ പൂച്ചക്കുട്ടിയെ പോലെ ഒന്നും അറിഞ്ഞില്ല എന്ന് നടിക്കുകയാണ്. ഈ വാസവൻ കേരളത്തിലെ ക്ഷേത്രങ്ങളെയും ക്ഷേത്ര സ്വത്തുക്കളെയും ഭക്തന്മാർ ഭക്താദരപൂർവ്വം അയ്യപ്പന് സമർപ്പിച്ച സ്വർണവും മുഴുവൻ കൊള്ളയടിച്ചുകൊണ്ട് പോയതിന്റെ മുഴുവൻ രക്ഷകരാണ്. അവരാണ് രക്ഷകന്മാർ. അവരെ തുറന്നു കാണിക്കുക, സംരക്ഷിക്കുക. ഇതാണ് നമ്മൾ ലക്ഷ്യപ്പെടുന്നത്.